നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPIയും രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ BJPയും തമ്മിൽ അലിഖിതമായ ചില ബന്ധങ്ങളുണ്ട് എന്നാണ് പൊതുവെയുള്ള ആരോപണം. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഈ നാട് ഭരിച്ചു മുടിച്ച പിണറായിക്ക് ഒരു നോട്ടീസ് അയക്കാൻ പോലും ED മെനക്കെടാതിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പല നേതാക്കളെയും പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചത്, അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരെ വെച്ച് പരിഗണിക്കുമ്പോൾ പിണറായി വിജയന് ഓഫീസിൽ പോലും കയറാൻ EDയോ മറ്റ് ഏജൻസികളോ തയ്യാറാവാതിരുന്നത് ഈ അലിഖിത ബന്ധത്തിൻ്റെ അടിത്തറയിലാണെന്നാണ് ആരോപണം. സ്വർണ്ണക്കടത്തും കറൻസി കടത്തും ഈന്തപ്പഴം കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പുമടക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കയറി നിറങ്ങാവുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരിടത്തും ഒന്നും സംഭവിച്ചില്ല. ഷോൺ ജോർജിനെ പോലെയും മാത്യു കൊഴുനാടനെ പോലെയുള്ളവർ പിണറായിയുടെ മകൾക്കെതിരെ പല കോടതികൾ കയറി ഇറങ്ങി നടന്ന് ചില വിധികൾ വാങ്ങിയതുകൊണ്ട് മാത്രം പേരിന് കേസെടുത്തെങ്കിലും അതും ഒരിടത്തും എത്തിയില്ല. അങ്ങനെ പിണറായിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും കേന്ദ്ര സർക്കാരും BJPയും സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. പുറത്തെ കടുത്ത BJP വിരുദ്ധത പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി BJPയുമായി ഒരു ധാരണയിലാണ് പിണറായി മുമ്പോട്ട് പോകുന്നതെന്നും ആ ധാരണയാണ് ഇക്കുറിയും പിണറായിയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്നും വിലയിരുത്തപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് പിണറായിക്കാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. പൂരം കലക്കും മാത്രമല്ല, നിസ്സാര കാര്യങ്ങളിൽ പോലും സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത് ജനവികാരം ഉത്തേജിപ്പിച്ച് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പിണറായി തന്നെ നേതൃത്വം കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. അതിന് തുടർച്ചയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിത്തറയുണ്ടാക്കണമെങ്കിൽ CPMൻ്റെ സഹായം വേണം. മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി CPMൻ്റെ സഹായത്തോടെ 10 സീറ്റിലെങ്കിലും വിജയമുറപ്പിച്ച് ബാക്കി പല സീറ്റുകളിലും CPMനെ സഹായിച്ച് ഒരു പരസ്പര കൊടുക്കൽ വാങ്ങൽ പദ്ധതിയായി മുമ്പോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായ പരാതികൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നോർക്കണം. ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതിക്ക് സീറ്റ് നിഷേധിച്ചതൊഴിച്ചാൽ BJPയുടെ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പൊതുവെ മതിപ്പ് തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നോബൽ മാത്യുവിന് സീറ്റ് നിഷേധിച്ചതിൽ നോബൽ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും പകരമെത്തിയിരിക്കുന്നത് ജോർജ് കുര്യനായതുകൊണ്ട് അത് അണികളെ സ്വാധീനിച്ചിട്ടില്ല. മികച്ച സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ BJP 4 സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. നേമവും കഴക്കൂട്ടവും മഞ്ചേശ്വരവും പാലക്കാടും, ഈ 4ഇടത്തും BJPയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുമ്പിൽ നിൽക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും BJP അപ്രതീക്ഷിതമായി മുന്നേറുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും BJPക്ക് വോട്ട് ബാങ്ക് ശക്തമായുള്ള പലയിടങ്ങളിലും ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്ത് CPMനെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം ആരോപണ വിധേയരാകുന്നത് കിറ്റക് സാബു നേതൃത്വം കൊടുക്കുന്ന 2020യുടെ സ്ഥാനാർത്ഥികളാണ്. CPMനും BJPക്കും കോൺഗ്രസിനും ബദലായി ഗുഡ് ഗവേണൻസ് എന്ന ലക്ഷ്യമുന്നയിച്ചുകൊണ്ട് ഉയർന്നു വന്ന 2020 BJPയുടെ സഖ്യകക്ഷിയാവുന്നു. കിറ്റക് സാബുവിന് BJP നേതൃത്വം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മോദി പങ്കെടുക്കുന്ന യോഗങ്ങളിലടക്കം രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കിറ്റക് സാബു ഇരിക്കുന്നു. 2020യുടെ സ്ഥാനാർത്ഥികളിൽ പലതും CPMനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം രൂപപ്പെട്ടതാണെന്ന ആരോപണമാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത്. എറണാകുളത്തെ കാര്യമെടുക്കുക. ആകെയുള്ള 14 സീറ്റിൽ 8 സീറ്റും 2020ക്കാണ്. 4 സീറ്റ് മാത്രമാണ് BJPക്കുള്ളത്. എറണാകുളത്ത് BJPക്ക് അടിത്തറ കുറവാണ്. അതുകൊണ്ട് 2020 മത്സരിക്കട്ടെ എന്ന് വയ്ക്കുമ്പോഴും 2020യുടെ സ്ഥാനാർത്ഥികൾ പലരുടെയും നെറ്റിച്ചുളിപ്പിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും വിവാദമായിരിക്കുന്നത് തൃപ്പൂണിത്തറ മണ്ഡലമാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയിൽ മികച്ച സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ഇക്കുറി K ബാബുവിൻ്റെ അഭാവത്തിൽ വിജയം ഉറപ്പിക്കാം എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി തൃപ്പൂണിത്തറ 2020ക്ക് കൊടുക്കുകയും 2020 അഞ്ജലി നായർ എന്ന ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത ഒരു നടിക്ക് ആ സീറ്റ് കൊടുക്കുകയും ചെയ്തത് BJPക്കാരുടെ നെറ്റിച്ചുളിക്കാൻ കാരണമായിട്ടുണ്ട്. അഞ്ജലി നായർ മാത്രമല്ല, 2020യുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സീരിയൽ സിനിമാ രംഗത്തുള്ളവരാണ്. അവർക്കാർക്കും രാഷ്ട്രീയ പരിചയം ലവലേശമില്ല. പെരുമ്പാവൂരിൽ ലക്ഷ്മി പ്രിയ എന്ന ഒരു നടിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒടുവിൽ റോഡ് ഷോയ്ക്ക് വേണ്ടി ഒരുങ്ങി റോഡ് ഷോയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കേന്ദ്രമന്ത്രി എത്തുമ്പോഴാണ് അറിയുന്നത് ലക്ഷ്മി പ്രിയയ്ക്ക് കേരളത്തിൽ ഒരിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെന്ന്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് ലക്ഷ്മി പ്രിയ
സംഭവ സ്ഥലത്തുനിന്ന് മുങ്ങുന്നു. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് 2020 നടത്തുന്നത് എന്നതാണ് പലരുടെയും ചോദ്യം. ഏറെ പ്രതീക്ഷയോടെ 2020-യിലൂടെ NDA സഖ്യത്തിന്റെ ഭാഗമായ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് കണക്കാക്കിയെങ്കിലും ഒടുവിൽ 2020-ക്കോ BJP-ക്കോ സ്വാധീനമില്ലാത്ത തൃക്കാക്കരയിൽ പോയി നിൽക്കുന്നതും വളരെ വിചിത്രമായ അനുഭവമായി വിലയിരുത്തപ്പെടുന്നു. 2020-ക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള കുന്നത്ത് നാട്ടിൽ പോലും 2020 ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ഇറക്കി. അടൂരിൽ നിന്നും ബാബു ദിവാകരൻ എന്ന കോൺഗ്രസ് പാർട്ടി വിട്ട നേതാവിനെയാണ് കുന്നത്ത് നാട് മത്സരിപ്പിക്കുന്നത്. ഇത്തരം സീരിയൽ നടിമാരെ സ്ഥാനാർത്ഥിയായി 2020 നിർത്തുന്നത് BJP-ക്ക് പേരുദോഷമില്ലാതെ CPM-നെ സഹായിക്കാനാണ് എന്നാണ് ആരോപണം. കോട്ടയം ജില്ലയിൽ BJP-ക്കും BDJS-നും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏറ്റുമാനൂരിൽ 2020-ക്ക് സീറ്റ് കൊടുത്തത് ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ശക്തമായ ആരോപണമുയരുന്നു. BJP പല പഞ്ചായത്തുകളും പിടിച്ചെടുത്ത ഏറ്റുമാനൂരിൽ വീണ നായർ എന്ന നടിക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ വാർത്ത കേട്ട് പലരും നെറ്റിച്ചൊളിക്കുന്നു. അവിടുത്തെ ഒരു BJP പ്രവർത്തകൻ എനിക്കയച്ച സന്ദേശം കേൾക്കുക. നമസ്കാരം. ഇന്ന് BJP ഞെട്ടിക്കും എന്നുള്ള ഒരു വീഡിയോ കണ്ടു. അത് സംഭവിച്ചതാണ്. BJP ഞെട്ടിക്കും. പല സീറ്റുകളിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കാണാൻ പറ്റും BJP CPM-ഉമായിട്ട്. ഇതിന്റെ ഏറ്റവും ഉദാഹരണം ആരും ചർച്ച ചെയ്യാതെ പോകുന്ന സീറ്റാണ് ഏറ്റുമാനൂർ. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഇതൊന്ന് പരാമർശിച്ചാൽ നന്നായിരിക്കും. കാരണം BDJS-നായിക്കോട്ടെ BJP-ക്ക് ആയിക്കോട്ടെ നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ. അതായത് എന്റെയൊക്കെ നിയോജക മണ്ഡലമാണ്. അതായത് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വാസവൻ സാറിന്റെ ഒരു മണ്ഡലമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം കുമരകവും തിരുവാർപ്പും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തോട് കൂട്ടിച്ചേർത്ത് പാർട്ടി കോട്ടയാക്കിയ വാസവന്റെ സ്വന്തം ഏറ്റുമാനൂർ. അവിടെ ഇത്തവണ വാസവന് കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കാനായിട്ട് BJP BDJS ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് പേരിന് പോലും മരുന്നിന് പോലും ഒരാളില്ലാത്ത 2020-ക്ക് ഇതുപോലെ നല്ലൊരു മണ്ഡലം, BJP-യുടെ A ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ കൂടിയും വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. കാരണം കുമരകം തിരുവാർപ്പ് ഏരിയ ഐമനം ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ BJP പ്രവർത്തകർ. ഐമനം പഞ്ചായത്ത് ഭരിക്കുന്ന BJP ആണെന്ന് ഓർക്കണം. അവിടെയാണ് വീണ നായർ എന്നുള്ള ഒരു സീരിയൽ നടിയെ അല്ലെങ്കിൽ സിനിമാ നടിയെ 2020 പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് എന്ത് സർജിക്കൽ സ്ട്രൈക്കാന്ന് മനസ്സിലാകുന്നില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത, ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത ഈ പറഞ്ഞ വീണ നായരെ അവിടെ പ്ലേസ് ചെയ്തതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എത്ര രൂപ വാസവൻ പമ്പ് ചെയ്തു എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. വേറൊന്നും അന്വേഷിക്കണ്ട. വാസവന് കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ പ്രാവശ്യം ഐമനം പഞ്ചായത്ത് അടക്കം കുമരകം പഞ്ചായത്ത് അടക്കം ഭരണം പോയതോടുകൂടി വാസവൻ അറിയായിരുന്നു ഈ വർഷം എന്തായാലും ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടെന്ന് അറിയാം. അപ്പോൾ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് അവിടെ 2020 കൊടുക്കുക. 2020 തന്നെ ഞെട്ടിപ്പോയെന്നാണ് ഈ നീക്കം കണ്ടിട്ട്. എന്തായാലും ഈ വീണ നായർ അവർ പറയുന്നത് ഐമനം ജില്ലയിലെ പരിപ്പിലാണ് അവരുടെ സ്വന്തം സ്ഥലം എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അവർ വേറെ ഇവിടുന്ന് വന്നിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവരുടെ ചെറുപ്പകാലമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും ഇവിടുന്ന് പോയതാണ്. ഒരു 10-15 വർഷമായി ഈ ചെറുപ്പക്കാരി സീരിയൽ നടി അല്ലെങ്കിൽ സിനിമ നടി അവിടെ ഏറ്റുമാനൂർ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാം. ഇതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രത്യേകപരമായിട്ട് അവർ തിരിച്ച് പാലക്കാട്, ഇതൊരു എന്താ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് പോലെയാണ്. പാലക്കാട് നിങ്ങളെടുത്തോ, ഏറ്റുമാനൂർ ഞങ്ങൾ തരാം എന്നുള്ള ഒരു പോളിസിയാണ്. ഇത് നമുക്ക് പല നിയോജകമണ്ഡലം ഇത് കാണാൻ സാധിക്കും. അപ്പം പറ്റുമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് പ്രതിപാദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പറ്റുമെങ്കിൽ. അത് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2020-യെ മുമ്പിൽ നിർത്തിക്കൊണ്ട് CPM-നെ സഹായിക്കാൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തുന്നത് തന്നെ BJP പ്രവർത്തകരാണ്. ഏറ്റുമാനൂരും തൃപ്പൂണിത്തറയും പോലെയുള്ള പലയിടങ്ങളിലും BJP പ്രവർത്തകർ തികഞ്ഞ അതൃപ്തിയിലാണ്. ഇങ്ങനെയൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും BJP-യുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ ശക്തമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട്. പലയിടങ്ങളിലും ഞെട്ടിക്കുന്ന വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് പൂഞ്ഞാറിലെ കാര്യമെടുക്കുക. പൂഞ്ഞാറിലെ നിലവിലുള്ള MLA-ക്കെതിരെ ജനവികാരം ശക്തമാണ്. UDF സ്ഥാനാർത്ഥിയായി ടോമി കല്ലാനിയും അലോഷ്യസും ഒക്കെ വരുമെന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും എത്തിയത് സജി എന്ന ഒരു പ്രാദേശിക നേതാവാണ്. ഇതോടുകൂടി PC ജോർജിന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ ജോർജ് നേടിയ വോട്ടിനൊപ്പം BJP-യുടെ വോട്ട് കൂടി കിട്ടിയാൽ വിജയിക്കും എന്ന അവസ്ഥയാണ്. ജോർജിന് അനുകൂലമായ സാഹചര്യം പൂഞ്ഞാറിൽ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ പലയിടങ്ങളിലും BJP വലിയ നേട്ടം കൊയ്യാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് 2020 ഇങ്ങനെ വിചിത്രമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന്
പലർക്കും പിടികിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP CPM ഡീലിൻ്റെ ഭാഗമാണ് 2020യുടെ രംഗപ്രവേശമെന്ന് പലരും ആരോപണം ഉന്നയിക്കുന്നത്.